ഹലോ, അസ്സലാമലൈക്കും. ഹന്ന വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്ന ഒരു മീൻകറി വെക്കുന്ന റെസിപ്പിയാണ് കേട്ടോ. ഇതിൽ തക്കാളി, കൊടുമ്പുളി, പച്ചമുളക്, വേപ്പില, സവാള ഇത് അരിഞ്ഞിട്ടതാണ് കേട്ടോ കാണുന്നത്. പിന്നെ ഈ അരപ്പ് എന്ന് വെച്ചാൽ തേങ്ങയും പെരുംജീരകവും മുളകും പൊടി മഞ്ഞൾപ്പൊടി അരച്ചതാണ് കേട്ടോ ഈ കാണുന്നത്. ഇനി ഇത് വെള്ളം പാകാക്കണം കേട്ടോ. വെള്ളം പാകാക്കിയിട്ട് വേണം ഇത് അടുപ്പത്ത് വെക്കാൻ. അപ്പൊ ഉമ്മ എന്ത് ചെയ്യുന്നുണ്ട്, വെള്ളം പാകാക്കുന്നുണ്ട്, അടുപ്പത്ത് വെക്കാൻ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടാ. അടുപ്പത്ത് വെള്ളം പാകാക്കി വെക്കുന്നുണ്ട് കണ്ടാ, റെഡിയാക്കി വെക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ചെയ്യണേ. നിങ്ങളെ വീട്ടിൽ എങ്ങനെ മീൻകറി വെക്കുന്നത് ഇതുപോലെ തന്നെ ആണോ എന്നുള്ളത് ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ. ഇത് പണ്ടത്തെ ആൾക്കാർ വെക്കണ പോലെയാണ് ഇപ്പോൾ വെക്കണത് കേട്ടാ. ഉമ്മ കുറച്ച് പ്രായമുള്ള ആളല്ലേ, അപ്പം പണ്ട് എങ്ങനെയാ വെച്ചിരുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും നമ്മളോടെ മീൻകറി വെക്കണത്. പിന്നെ അതുപോലെ ഇനിയിപ്പോൾ ഇതൊക്കെ വെള്ളം പാകാക്കി ഉപ്പ് ആവശ്യത്തിന് ഉമ്മ ഉപ്പൊക്കെ ഇടുന്നുണ്ട് കേട്ടാ. ഉപ്പൊക്കെ ഇട്ടതിൻ്റെ ശേഷം എന്ത് ചെയ്ത് വേഗം തന്നെ അടുപ്പത്ത് വെക്കാൻ പോവാണ് കേട്ടാ. അടുപ്പത്ത് വെച്ച് ഇനി ഇത് തിളച്ച് പോവാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. തിളച്ച് പോവാണ്ടിരിക്കാനൊരു ടിപ്സ് ഉണ്ട്. ഇതിലൊരു കയ്യിലും പിന്നെ മൂടുമ്പോൾ നന്നായി അടച്ച് മൂടാണ്ട് കുറച്ച് തുറന്നിട്ട് മൂടി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ തിളച്ച് പോവില്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ എന്നുള്ളത്. അപ്പോൾ ഉമ്മ കയ്യിലെടുക്കാൻ പോയിട്ടുണ്ട്. കയ്യിലിപ്പോൾ വെക്കും, മൂടി വെക്കും ചെയ്യും കേട്ടോ. ഇതുപോലെ തന്നെയാണോ നിങ്ങളെ വീട്ടിലൊക്കെ മീൻകറി ഉണ്ടാക്കാറ്? പിന്നെ നിങ്ങളെ വീട്ടിൽ ആരാണ് മീൻകറി വെക്കുന്നത് അതൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കട്ടാ. അപ്പോൾ ഇതാ ഉമ്മ കയ്യിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇത് മൂടി വെക്കാൻ വേണ്ടി പോകണ്ട. പിന്നെ അതുപോലെ ഉമ്മാക്ക് നല്ല പനിയായിരുന്നു കേട്ടാ. ഇപ്പം പനിയൊക്കെ മാറി റെഡി ആയിട്ടുണ്ട്. ഇതാണ് മീൻ കേട്ടാ. അപ്പം ഉമ്മ അത് മീനൊക്കെ നന്നാക്കി മുറിക്കാൻ പോവാണ്. മീൻ അതൊക്കെ നന്നാക്കി വൃത്തിയാക്കി വരാൻ പോവാണ് കേട്ടാ. അത് ഇതാ കണ്ട കറി അപ്പത്തേനും കറിയൊക്കെ മീൻ നന്നാക്കി വരുമ്പോഴത്തേനും കറിയൊക്കെ നന്നായി വറ്റിയിട്ടാ. ഇനി ഈ കറിയിലേക്കാണ് നമ്മൾ കഴുകിയ വെച്ച മീൻ ഇട്ട് കൊടുക്കണം കേട്ടാ. നന്നാക്കി കഴുകി വൃത്തിയാക്കി കൊടുന്ന മീൻ ഇട്ട് കൊടുക്കണത്. അതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യും, മീൻ ഇത് അധികം വേവില്ലാത്ത മീനല്ലേ, അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ വേവിച്ചാൽ മതി കേട്ടാ. 5 മിനിറ്റൊക്കെ വേവിച്ചാൽ മതി. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുക കേട്ടാ. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണം കേട്ടാ. ഇനി അടുത്ത ഇങ്ങനത്തെ വീഡിയോയുമായി കാണാം. ഇനി ഇതിലേക്ക് എന്താണെന്ന് വെച്ചാൽ ചുവന്നുള്ളിയും വേപ്പിലയും ഉലുവയും കൂടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ താളിച്ചൊഴിക്കുക. അതോടുകൂടി മീൻകറി റെഡി ആയിട്ടാ. ഇത്രയേ ഉള്ളൂ. ബായ്.